നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കേണ്ട നിലപാടിൽ സർക്കാർ. വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ലെന്നാണ് വാദം. രജിസ്ട്രാർ ഇന്നും ഡ്യൂട്ടിക്കെത്തിയേക്കും. വിസിയുടെ നടപടിക്കെതിരെ SFI കടുത്ത പ്രതിഷേധം തുടരുകയാണ്. രജിസ്ട്രാറിനെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും വ്യക്തമാക്കിയത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ വരെയുള്ളവർക്കെതിരെ മാത്രമേ വിസിക്ക് നടപടിയെടുക്കാൻ സാധിക്കൂ എന്ന ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെ സർക്കാർ എതിർക്കുന്നത്. വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ സിൻഡിക്കേറ്റും രജിസ്ട്രാറും കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേൽ അവധിയായതിനാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സിസ തോമസിനാണ് വൈസ് ചാൻസലറുടെ ചുമതല. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുകളുടെ നടപടിക്കെതിരെ SFI ഇന്നും രാജ്ഭവൻ മാർച്ച് നടത്തും. ITI വിദ്യാർത്ഥിയെ കാണാതായെന്ന് പരാതി. അന്വേഷണം ആരംഭിച്ച പറമ്പിക്കുളം പോലീസ്. പറമ്പിക്കുളത്ത് നിന്ന് ITI വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി. 2 ദിവസമായി വിദ്യാർത്ഥിയെ കാണുന്നില്ല എന്നാണ് പരാതി. പറമ്പിക്കുളം എർത്ത് ഡാം ഉന്നതിയിലെ അശ്വിനിയാണ് കാണാതായത്. രേഖകൾ പുതുക്കുന്നതിനായി പറമ്പിക്കുളം ടൈഗർ ഹാളിൽ ക്യാമ്പ് നടന്നിരുന്നു. ചില രേഖകൾ എടുക്കാൻ 3 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ പോയതാണ് അശ്വിൻ. തുടർന്ന് തിരികെ വന്നില്ല. കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പറമ്പിക്കുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി. കൊല്ലത്ത് അമ്മയുടെ സുഹൃത്ത് അറസ്റ്റിൽ. പുനലൂർ കരവാളൂർ വെഞ്ചേമ്പ് സ്വദേശിയായ സജീറാണ് അറസ്റ്റിലായത്. 39 വയസ്സായിരുന്നു. പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത സമയത്ത് പ്രതി ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. പ്രായപൂർത്തിയായതിനു ശേഷവും പ്രതി പെൺകുട്ടിയെ പലയിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു. പെൺകുട്ടി പുനലൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ജാസ്മിൻ കൊലപാതകം. അമ്മയ്ക്ക് പിന്നാലെ അമ്മാവനും കസ്റ്റഡിയിൽ. ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റ്. കൊല്ലപ്പെട്ട ജാസ്മിന്റെ അമ്മാവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അലോഷ്യസിനെയാണ് മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തെളിവ് നശിപ്പിച്ചത് അലോഷ്യസ് ആണെന്ന സംശയത്തിലാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. ജാസ്മിന്റെ അമ്മ ജസ്സിമോളെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് മാതൃ സഹോദരനെയും കസ്റ്റഡിയിലെടുക്കുന്നത്. വീട്ടുകാർക്ക് വിവരം അറിയാമായിരുന്നിട്ടും ഒരു രാത്രി മുഴുവൻ കൊലപാതക വിവരം മറച്ചുവെച്ചുവെന്നതും ഞെട്ടിക്കുന്നതാണ്. പിറ്റേ ദിവസമാണ് വീട്ടുകാർ മരണവിവരം പുറത്തറിയിക്കുന്നത്. താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ല എന്നുമാണ് ജോസ്മോൻ പറഞ്ഞത്. എന്നാൽ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കൊലപാതകം നടത്തിയത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പൊളിഞ്ഞു വീണ അപകടം. മെഡിക്കൽ കോളേജിന്റെ 14-ാം വാർഡിന്റെ ഒരു ഭാഗമാണ് പൊളിഞ്ഞു വീണത്. ഇടിഞ്ഞു വീണ വാർഡിൽ ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന പ്രാഥമിക വിവരം. ഒരു കുട്ടിക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടരുന്നു.